ഹലോ മക്കളുമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഒരു പലഹാരം ഉണ്ടാക്കാം. പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉരുളൻകിഴങ്ങെല്ലാം വേവിച്ച് ഉടച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ചിക്കനും വേവിച്ച് ലേശം ചിക്കൻ എടുത്തിട്ട് അതൊന്ന് ഉപ്പ് ഇട്ട് വേവിച്ചതിന് ശേഷം അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഉടച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഉടച്ച ഉരുളൻകിഴങ്ങിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് കൊത്തിപ്പൊടിച്ചരിഞ്ഞ് അതും ഇട്ട് കൊടുത്ത് നമുക്ക് 2-3 പച്ചമുളക് ഇട്ടതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് നമ്മൾ പൊടിച്ചുകൊണ്ട് വെച്ച ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കനും ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുത്ത് മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി, ഗരം മസാല, ലേശം കുരുമുളക് പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി അതും ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം കൈവച്ച് എല്ലാം ഒന്നിച്ചാകുന്നിടം വരെ നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് നമ്മൾ ബ്രെഡ് എടുത്തിട്ട് അതിന് ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് നനച്ചെടുക്കുക. നനച്ചിട്ട് കൈവച്ചൊന്ന് അമക്കിയതിന് ശേഷം നമുക്ക് ഇത് ഫില്ല് നിറച്ച് കൊടുക്കുക. നിറച്ചിട്ട് അതിൻ്റെ 4 വശവും നമ്മുടെ കൈവച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് വരും. എന്നിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തോട്ടിട്ട് പൊരിച്ച് കോരിയെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ സത്യസന്ധമായ കാര്യം പറയാനാണെങ്കിൽ ഇത് ഒരുപാട് എണ്ണ കുടിക്കും. നമ്മൾ ഈ ബ്രെഡിൻ്റെ കവറിങ് ആയതുകൊണ്ട് എണ്ണ കണ്ടമാനം കുടിക്കുന്ന ഒരു പലഹാരമാണ്. അപ്പം നമ്മൾ കുറച്ച് ഉണ്ടാക്കി കഴിക്കുക. പക്ഷേ ഇത് മക്കൾമാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ്. നമുക്ക് ടൊമാറ്റോ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.